മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഗോഷ്പതീകൃതവാരാശീം അശകീകൃതരാക്ഷസം രാമായണ മഹാമാല രത്നം വന്ദേ അനിലാത്മജം. ശ്രീരാമായണ മഹാമാല രത്നം വന്ദേ അനിലാത്മജം. ഹരേ രാമ. നമുക്കിന്ന് ശ്രീരാമായണം 19ാമത്തെ ദിവസം പാരായണം ചെയ്യുന്നതിൻ്റെ വിവരണം കേൾക്കാം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് സുഗ്രീവനും സംഘവും എല്ലാവരും കൂടി ലക്ഷ്മണകുമാരനോടൊപ്പം ഹനുമാൻ സ്വാമിയും എല്ലാവരും ഭഗവാന്റെ അരികിലേക്ക്, ശ്രീരാമചന്ദ്രൻ്റെ അരികിലേക്ക്, ഋഷ്യമൂകാചലത്തിൽ ഭഗവാൻ ധ്യാനത്തിലിരിക്കുന്ന ഗുഹയ്ക്ക് സമീപം എത്തുന്ന ഭാഗമാണ്. അവിടെ ചെന്നതിന് ശേഷം അവർ പരസ്പരം കണ്ടുമുട്ടുന്നു, കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. സുഗ്രീവനെ ഗാഠമായി ആലിംഗനം ചെയ്ത് ആ ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയും സീതാദേവിയെ അന്വേഷിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ദശലക്ഷക്കണക്കിന് വാനര സൈന്യങ്ങളെ കണ്ട് ശ്രീരാമൻ സന്തോഷിക്കുകയും അത്ഭുതപ്പെടുകയൊക്കെ ചെയ്യുകയാണ്. ഇനി അവരെ 4 ദിക്കിലേക്കും, അതായത് ഭൂമിയുടെ 4 ദിക്കിലേക്കുമാണ് ഈ പറഞ്ഞു വിടുന്നത്. ഹിമാലയത്തിൻ്റെ, അതായത് കൈലാസപർവ്വതത്തിൻ്റെ അപ്പുറമുള്ള വടക്കൻ ഭാഗം, തെക്ക് ലവണ സമുദ്രത്തിൻ്റെ അരികിലുള്ള ഭാഗം, കിഴക്ക് പശ്ചിമ തീരങ്ങളിലേക്കുള്ള ഭാഗം, പടിഞ്ഞാറ് ചക്രവാള സീമയ്ക്ക് സമീപത്തിലേക്ക്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും. അപ്പോൾ ഈ 4 ഭാഗത്തേക്ക്, ലങ്ക തെക്ക് ഭാഗത്താണല്ലോ, ദക്ഷിണ ഭാഗത്തേക്ക് മാത്രം പോയാൽ പോരെ എന്നുള്ള ചിന്ത വന്നപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ മായാവിയായ രാവണൻ സീതാദേവിയെ ഭൂമിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുചെന്ന് മാറ്റിവെച്ചാലോ, അതുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രമല്ല എല്ലാ ഭാഗത്തേക്കും സൈന്യങ്ങളെ ലക്ഷക്കണക്കിന്, 100 ലക്ഷമൊക്കെ വീതമാണ് കവിവരെ ശ്രേഷ്ഠന്മാരെ അയക്കുന്നത്. അപ്പോൾ ഈ തെക്കു ഭാഗത്തേക്ക് വിടുന്ന, ദക്ഷിണ ഭാഗത്തേക്ക് വിടുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരെ തിരിഞ്ഞാണ് അവിടേക്ക് വിടുന്നത്. 100,000 കവിവീരന്മാർ പോകണം ഓരോ ദിശയിലേക്കും, പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ച് ദക്ഷിണ ദിക്കിലേക്ക് അത്യുന്നതന്മാരായ പലരും പോയി തിരയണം. അംഗദൻ, ജാമ്പവാൻ, മൈന്ദൻ, വിവദൻ, തുങ്കൻ, നളൻ, ശരഭൻ, സുഷേണൻ, വാതാത്മജൻ ശ്രീ ഹനുമാനായി ചെന്ന് വാതാത്മജനായ ഹനുമാൻ ചെന്ന് വേണം ഇവിടെ ഈ ഭാഗത്ത് തിരയുവാൻ. അപ്പോൾ അതിൻ്റെ അംഗദനാണ്, അതായത് താരേയ പുത്രനായ അംഗദനാണ് അതിൻ്റെ നേതാവ്, ദക്ഷിണ ഭാഗത്തേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ എല്ലാവരും ഭഗവാനെ താണു തൊഴുത് ജയ് ശ്രീറാം, ജയ് ജയ് ശ്രീറാം എന്നൊക്കെ ഇങ്ങനെ ആഘോഷപൂർവമായിട്ട് ഭഗവാനെ വീണ് തൊഴുതാണ് ഭഗവാന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങി. പോയ കാര്യം വേഗം സാധിച്ചു വരൂ എന്ന് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നു. 1 മാസത്തിനകം ദേവിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചു വരണം. അതല്ല, 1 മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ശിരച്ഛേദം ചെയ്യുമെന്ന് സുഗ്രീവന്റെ കഠിനമായ ആജ്ഞയുമുണ്ട്. അത്രയുമൊക്കെ കർശനമായി പറഞ്ഞാണ് 4 ദിക്കിലേക്കും വിടുന്നത്. 4 ദിക്കിലേക്കും പോകുന്നവർ ഭഗവാനെ തൊഴുതു വണങ്ങി വളരെ ആരവത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഓരോ ദിശയിലേക്കും കാഹളം മുഴക്കി പോവുകയാണ്. അപ്പോൾ ദക്ഷിണ ദിക്കിലേക്ക് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഉള്ള ആ പ്രധാനികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ നോക്കി നോക്കി ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഹനുമാൻ സ്വാമിയെ ഭഗവാൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നു. ആ ലക്ഷക്കണക്കിന് കവിവര ശ്രേഷ്ഠന്മാർ ഭഗവാനെയും ഒരു പ്രത്യേകമായ ഒരു ഭാവത്തിൽ, ഒരു ഭക്തിയുടെ ഒരു പ്രത്യേക സന്തോഷത്തിൽ ഇങ്ങനെ ഹനുമാൻ സ്വാമി വിട്ടുപിരിയാനാവാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ സ്വാമിയെ ഭഗവാൻ വിളിച്ചിട്ട് തൻ്റെ കയ്യിൽ കിടന്ന രാമനാമാങ്കിതമായ ശ്രീരാമചന്ദ്രൻ്റെ നാമം എഴുതിയ ആ മോതിരം എടുത്ത് ഹനുമാനെ ഏൽപ്പിക്കുകയാണ്. എനിക്ക് എൻ്റെ മനസ്സിൽ നല്ല വിശ്വാസമുണ്ട്, നീ ഇത് ജാനകി ദേവിയുടെ കയ്യിൽ കൊടുക്കും, എൻ്റെ നാമം എഴുതിയ ഈ മോതിരം എന്ന് പറഞ്ഞ്. അപ്പോൾ ദേവിക്ക് ഉള്ളിൽ ആ വികല്പം, ആ സംശയം മാറാനായി ഇത് നീ ദേവിയുടെ കയ്യിൽ സമർപ്പിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
എന്ന് പറഞ്ഞ് ഒരു അടയാളവാക്യവും പറഞ്ഞ് ഭഗവാൻ ഹനുമാനെയാണ് ആ ലക്ഷക്കണക്കിന് വാനരന്മാരിൽ നിന്നും ഹനുമാന്റെ കയ്യിലാണ് അത് കൊടുത്തതും ദേവിയെ കാണുമെന്ന് ഉറപ്പുള്ളതും ഹനുമാനായിരുന്നു എന്ന് ഭഗവാന് നന്നായിട്ടറിയാം. അങ്ങനെ പോവുകയാണ്. അങ്ങനെ അതുപോലെ തന്നെ പുഷ്കര സംഭവപുത്രൻ, അതായത് ജാംബവാനാണ്. ജാംബവാൻ എങ്ങനെയുണ്ടായെന്ന് ഞാൻ പറഞ്ഞു. ബ്രഹ്മദേവന്റെ വിയർപ്പിൽ നിന്ന്, പേടിച്ച് ഉള്ള ആ വിയർപ്പിൽ നിന്നുണ്ടായതാണ്. മധുകൈഠവന്മാരെ കണ്ടപ്പോഴുണ്ടായ ആ ഭയത്തിൽ നിന്നുണ്ടായതാണ് ജാംബവാൻ. ജാംബവാന് പിന്നീട് അതുകൊണ്ടാണ് ജാംബവാൻ വർഷാതീതൻ, അതായത് കാലാതീതനായി ജീവിക്കുന്നത്. നമ്മൾ ഭാഗവതം ദശമസ്കന്ധത്തിൽ വരുമ്പോൾ സമന്തകം, സത്രാജ്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചതല്ലേ. അപ്പോൾ അതിൽ സമന്തകമണി ഈ സത്രാജിത്ത് പ്രസേനന്റെ കയ്യിൽ കൊടുത്തുവിട്ട് അത് കഴുത്തിൽ കെട്ടി പ്രസേനൻ ഇങ്ങനെ പോവുകയാണ്. വനത്തിലൂടെ നായാട്ടിന് പോയപ്പോൾ ആ മണിയുടെ ആ തീക്ഷ്ണമായിട്ടുള്ള പ്രകാശം കാരണം ഒരു സിംഹം അതിനെ ഈ പ്രസേനനെ ഉപദ്രവിക്കും. കുതിരയോടൊപ്പമാണ് അവനെ വിഴുങ്ങുന്നത്. കുതിരയും കൊന്നു. എന്നിട്ട് അങ്ങനെ കടിച്ചു കൊന്നതിന് ശേഷം ഈ മണി കഴുത്തിലത് പറിച്ചെടുത്തിട്ട് സിംഹം കൊണ്ടുപോകുമ്പോൾ ഈ മണിയുടെ ആ പ്രകാശം കണ്ടിട്ട് ജാംബവാൻ ആ സിംഹത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ മണി തട്ടിയെടുത്തുകൊണ്ട് പോയി തൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി തൻ്റെ മോന് കളിക്കാൻ കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഭഗവാനാണ് ജാംബവാനുമായിട്ട് വളരെ ഘോരമായി യുദ്ധം നടന്നിട്ട് തോൽക്കുന്നില്ല. അവസാനം ഭഗവാൻ പരാജയപ്പെടുത്തിയപ്പോൾ എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ലല്ലോ, എൻ്റെ പിതാവായ ബ്രഹ്മദേവൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ഭൂമിയിലും ഈ ത്രിലോകങ്ങളിൽ ആരും നിന്നെ പരാജയപ്പെടുത്തില്ല, നീ ഫലാതീതനായി എന്നും ജീവിക്കും. അതുകൊണ്ടാണ് ജാംബവാന്റെ കാലം എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ജാംബവാൻ ഒരു കാലാതീതനാണ്. എല്ലാ യുഗങ്ങൾക്കും മുമ്പുണ്ടായതാണ്. എല്ലാ യുഗത്തിലും ജാംബവാൻ ഉണ്ട്. ദ്വാപര യുഗത്തിൽ ജാംബവാൻ ഇവിടെ പ്രധാനിയായിട്ട് നിൽക്കുന്നു ശ്രീരാമചന്ദ്രന്റെ കൂടെ. എങ്കിലും അതിനുശേഷം ദ്വാപര യുഗമല്ല, ത്രേതായുഗം, ശ്രീരാമചന്ദ്രന്റെ യുഗം. എന്നാൽ അതിനുശേഷം വന്ന ദ്വാപര യുഗത്തിന്റെ അവസാനത്തെ 125 വർഷത്തിനുള്ളിലാണ് ഭഗവാൻ ഉണ്ടായത്. അപ്പോഴും ജാംബവാൻ ഉണ്ട്. ജാംബവാൻ ഭാഗവതത്തിൽ, ശ്രീമദ് ഭാഗവതത്തിൽ ജാംബവാനും ഭഗവാനും തമ്മിലുള്ള യുദ്ധമാണ് ഞാൻ പറഞ്ഞത്. അവസാനം ജാംബവാൻ പരാജയപ്പെടുകയാണ് ഭഗവാന്റെ മുന്നിൽ. അങ്ങനെയാണ് ഈ ഭഗവാനാണ് ഈ ശ്രീകൃഷ്ണ പെരുമാളായി വന്ന് തന്നോട് യുദ്ധം ചെയ്തതെന്നും ഈ സമന്തകമണി തിരിച്ചെടുത്തതെന്നും ജാംബവാന് മനസ്സിലാകുകയാണ്. അല്ലാതെ ഈ ത്രിഭുവനത്തിലും തന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. അപ്പോൾ എന്നെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ അടിച്ച് നിലംപരിശാക്കിയിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ ഭഗവാനാണ്, ഈ ദ്വാരകാവാസനായ ശ്രീകൃഷ്ണൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ താണു തൊഴുത് വണങ്ങി ഈ സമന്തകമണി തിരിച്ചേൽപ്പിക്കുകയും അത് സത്രാജിത്തിനെ ഭഗവാൻ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗം നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ ഉണ്ട്. അപ്പോൾ ജാംബവാനെ അവിടെയും പരാമർശിച്ചത് കൊണ്ടാണ് ഞാനിത് ഒന്ന് വിവരിച്ചത്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഈ പോകുന്ന സൈന്യം, അതായത് ദക്ഷിണ ദിക്കിലേക്ക് പോയവർ ഒരു മാസത്തോളം ഇവർ അലയുകയാണ്. അവിടെയും ഇവിടെയും ഒക്കെ ഇവർ അലഞ്ഞു നടന്നു. പർവ്വത പ്രദേശങ്ങളിലും വനാന്തരങ്ങളിലും ഭൂമിയുടെ പല മണ്ഡലങ്ങളിലും സമുദ്രഭാഗത്തും ഒക്കെ അലഞ്ഞിട്ട് ഇവർക്ക് എവിടെയും കിട്ടിയില്ല. അപ്പോൾ ഇവരിങ്ങനെ വെള്ളം കുടിക്കാൻ ഇവർക്ക് കഴിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. യാതൊരു ജലപാനം പോലും കുടിക്കാൻ കഴിയാതെ 1,00,000 വാനരന്മാരാണ് ഈ പോയത്. അങ്ങനെ പോകുന്ന അവസരത്തിൽ വിന്ധ്യാചലത്തിലേക്ക് തിരിയുമ്പോൾ ഒരു ക്രൂരനായ നിശാചര വീരനെ ഇവർ കാണുകയാണ്. അത് ദശകണ്ഠനാണെന്നോർത്ത് ഈ കവിവരന്മാരെല്ലാം കൂടെ മുഷ്ടി പ്രഹർഷണ അയാളെ, ആ ദുഷ്ടനെ കൊന്നു. അത് പിന്നീടാണ് മനസ്സിലായത് അത് പന്ഥികണ്ഠനായ രാവണനായിരുന്നില്ല എന്ന്. അങ്ങനെ ജാനകിയെ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഭയങ്കര വിഷമത്തിൽ ഇവരിങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് വളരെ എവിടെയാണ് ഇത്തിരി വെള്ളം കുടിക്കാൻ ഒരു മാർഗം എന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അന്ധകാരം, ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗുഹ ഇങ്ങനെ ഇവർ കാണുകയാണ്. പക്ഷേ അവിടെ എല്ലാം ആ ഗുഹയുടെ പരിസരം എല്ലാം ഇങ്ങനെ ഉണങ്ങി വരണ്ട് ശുഷ്കമായിട്ടുള്ള ഇലകളും ചെടികളും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ എങ്ങും ഒരു ജലത്തിന്റെ ഒരു സ്രോതസ്സും കാണുന്നില്ല. അപ്പോഴാണ് ഒരു ഗുഹ കാണായത്. പക്ഷെ ആ ഗുഹയിൽ നോക്കിയപ്പോൾ ആ ഗുഹയിൽ നിന്ന് പറന്ന് പക്ഷികളൊക്കെ ഏതൊക്കെ
വലിയ പക്ഷികളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു. ആ നോക്കുമ്പോൾ ആ പക്ഷികളുടെ ചിറകിൽ വെള്ളത്തിൻ്റെയൊക്കെ ഹംസങ്ങളുണ്ട്, അതിൽ നിന്ന് പറന്നു പോയത്. പിന്നെ പരുന്തുകളും പ്രാവുകളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നു. അതിൻ്റെ ആ ചിറകിൽ നിന്ന് ഇങ്ങനെ ജലം തുള്ളികൾ ഇങ്ങനെ താഴെ വീഴുന്നത് കണ്ടപ്പോൾ ഇവർക്ക് വളരെ സന്തോഷമായി. എല്ലാവരും അതിലേക്ക്, ആ ഗുഹയിലേക്കോ, ഈ ഗുഹയ്ക്കുള്ളിൽ ജലം കിട്ടുമല്ലോ എന്നുള്ള നാക്ക് വരണ്ട്, ക്ഷീണം കൊണ്ട് ആഹാരമില്ല, വെള്ളമില്ല, കഷ്ടമായിട്ട് അലയുകയാണ്. അപ്പോൾ ആ വെള്ളം കിട്ടാൻ വേണ്ടി ഗുഹയിലേക്ക് ഇവർ ചെല്ലുകയാണ്. അങ്ങനെ ചെന്നപ്പോൾ ഗുഹ ഇങ്ങനെ ഇറങ്ങി ചെന്നപ്പോൾ ഇരുണ്ട ഗുഹയാണ്. അങ്ങനെ നടന്ന് ഇവർ ആ ഗുഹയുടെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ ആ വിജനമായ ആ ഗുഹ സ്വർണാഭമായ മനോഹരമായ ഒരു കൊട്ടാരം, എത്ര സുന്ദരമായിട്ട്, ദേവലോകത്തിൽ ഞങ്ങൾ എത്തിയതാണോ എന്ന് ഈ കവിവര ശ്രേഷ്ഠന്മാർക്ക് മനസ്സിലായി. അതുപോലെ എത്രയോ നല്ല അങ്ങനെ വിളഞ്ഞു പഴുത്ത് നിൽക്കുന്ന മുന്തിരിയും ആപ്പിളും മറ്റു പല ശ്രേഷ്ഠമായിട്ടുള്ള മധുര ഫലങ്ങളെല്ലാം ഇങ്ങനെ വിളഞ്ഞു പഴുത്ത് നിൽക്കുകയാണ്. അമൃതിന് സമാനമായിട്ടുള്ള ജലം ഇങ്ങനെ അവിടെ സരസിലുണ്ട്. അങ്ങനെ എത്രയോ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അവർ ചെന്ന് എത്തിയത്. അങ്ങനെ അതിൽ എവിടെങ്ങും ഒരു മനുഷ്യവാസം ഒന്നും കാണാനേ ഇല്ല. ഒരു ദേവന്മാരുടെ ഒരു ഒരു ഗോപുരമാണോ ഇതെന്ന് തോന്നി. അതുപോലെ കാഞ്ചനമായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു രത്ന മഞ്ചത്തിൽ ഒരു സുന്ദരിയായിട്ടുള്ള യോഗിനിയായിട്ടുള്ള ജടാവൽക്കലം പൂണ്ട ഒരു അമാനുഷിക സുന്ദരി അവിടെ ഇരിക്കുന്നു. ധ്യാനനിരതയായി ഇരിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ നമ്മുടെ ഹനുമാൻ സ്വാമിയാണ് സ്വാമി ഈ സന്തോഷപൂർവം ഈ യോഗിനിയെ താണു വണങ്ങി. അപ്പോൾ യോഗിനി ചോദിക്കുന്നു എല്ലാവരോടുമായി, നിങ്ങൾ ആരാണ്? സന്തോഷത്തോടുകൂടിയാണ് ചോദിക്കുന്നത്. നിങ്ങൾ അത്രയും പേരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, ഏകാന്തതയിൽ കഴിയുകയാണ് യോഗിനി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ശ്രീരാമചന്ദ്രനെ കുറിച്ച് ഹനുമാൻ സ്വാമി പറയുകയാണ് ആ വൃത്താന്തമെല്ലാം. എന്താണ് പറയുന്നത്? അയോധ്യയിൽ ഉത്തമമായ കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയിൽ ദശരഥൻ എന്നൊരു ഭൂപൻ, ഒരു നൃപൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ട്. അതിൽ നാരായണസ്വാമിയായ ജ്യേഷ്ഠനാണ് ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രന്റെ ഭ്രാതാവായ ലക്ഷ്മണകുമാരനോടും പത്നിയായ സീതാദേവിയോടും കാനനത്തിൽ വാഴുന്ന സമയത്ത് രാവണൻ എന്ന നക്തഞ്ചര വീരൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി. അങ്ങനെ ലക്ഷ്മണകുമാരനും രാമചന്ദ്രനും സീതാദേവിയെ അന്വേഷിച്ചു വരുന്ന സമയത്ത് സൂര്യാത്മജനായ സുഗ്രീവനെ കണ്ടു. സൂര്യന്റെ മകനായ സുഗ്രീവനെ ഋഷ്യമൂകാചലത്തിൽ വെച്ച് കണ്ട് സഖ്യം ചെയ്തു. അവർ തമ്മിലുള്ള അന്യോന്യ സഖ്യത്തിന്റെ ഫലമായി ബാലിയെ, അതായത് ജ്യേഷ്ഠനായ ബാലിയെ നിഗ്രഹിച്ചിട്ട് ആ കിഷ്കിന്ധ രാജ്യം സുഗ്രീവന് കൊടുത്തു. അതിന് പ്രത്യുപകാരമായി ഈ കവികുലങ്ങളെല്ലാവരും ഈ സുഗ്രീവന്റെ നേതൃത്വത്തിൽ സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശ്രീരാമചന്ദ്രനെ ഏൽപ്പിക്കാനുള്ള ദൗത്യം ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ദക്ഷിണ ദിക്കിലേക്ക് കുറെ ശ്രേഷ്ഠന്മാരെ വിട്ട് ഞങ്ങൾ അന്വേഷിച്ച് കുഴഞ്ഞു. ഞങ്ങൾക്ക് ദേവിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ദാഹവും വിശപ്പും കൊണ്ട് വയ്യ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ജലമുണ്ടാവുമെന്ന് കരുതി ഇവിടെ കയറി വന്നതാണ്. ഞങ്ങൾ 1,00,000 കവിവീരന്മാരുണ്ട്. ദാഹം പൊറാഞ്ഞ് ജലം കിട്ടുമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. അങ്ങനെ ഇതൊരു വലിയ ഇങ്ങനെയുള്ള ഒരു ഗുഹയാണെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ വന്നതാണ്. അപ്പോൾ ഈ യോഗിനി പറയുകയാണ്, വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്, പക്വഫലങ്ങളും അമൃത പോലെയുള്ള ഈ മധുരമായ പാനീയങ്ങളും ഒക്കെ കഴിച്ച് നിങ്ങളുടെ ബുദ്ധിയൊക്കെ തെളിയുക, നിങ്ങൾ സമാധാനമായിരിക്കുക. വളരെ ആതിഥ്യത്തോടാണ് അവരെ സ്വീകരിച്ചത്. നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ആഹാരവും ജലവും, ക്ഷീണം മാറാനുള്ള സൗകര്യങ്ങളുമല്ലേ, അതെല്ലാം നിങ്ങൾ ആവശ്യം പോലെ കഴിച്ചോളൂ, കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ബദ്ധാഞ്ജലി പൂണ്ട് ആ ദേവിക്ക് സമീപം നിന്ന് നമ്മുടെ മാരുതപുത്രൻ ആ യോഗിനിയെ
യോഗിനിയോട് വളരെ സന്തോഷമായിട്ട് എല്ലാം ഇടപെടുകയാണ്. വിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിയാൾ മുക്തേന്ദു ശേഖരൻ തന്നെ. അതുമൂലം ദിവ്യ പുരമിതം നൽകിനാൻ ഈശ്വരൻ. അപ്പോൾ ഈ യോഗിനി ആരാണെന്നും യോഗിനി എങ്ങനെ അവിടെ ആ ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ഗുഹയിൽ ഇത്രയും മണിമയമായ ആ സൗധത്തിൽ എത്തിയതെന്നതും എന്നതിനെക്കുറിച്ച് ഇനിയും അവരുടെ വൃത്താന്തങ്ങൾ അവർ പറയുകയാണ്, ഈ കവികൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇത് സ്വയംപ്രഭ എന്ന് പറയുന്ന ആ സ്വയംപ്രഭയുടെ ഗുഹയിലാണ് എത്തിയിരിക്കുന്നത്. സ്വയംപ്രഭ അവിടെ എത്താനുണ്ടായ കാരണം ഹേമ എന്നൊരു അപ്സര സുന്ദരി ഉണ്ടായിരുന്നു. അപ്പോൾ അസുരശില്പിയാണ് മായൻ. ഈ അസുരശില്പിയായ മായന് പല അസുരന്മാരില്ലേ, പല തന്ത്രങ്ങളും അറിയാം. അപ്പോൾ ഈ അപ്സരസുന്ദരി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സൗന്ദര്യധാമമായിരുന്നു. അവരെ ഈ മയൻ വശീകരിച്ച് ദേവലോകത്ത് നിന്നും രഹസ്യമായി കടത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ അവരുടെ കൂട്ടാളി, അവരുടെ തോഴിയായിരുന്നു ഈ സ്വയംപ്രഭ. അവരും ദേവകന്യകയാണ്. അപ്പോൾ ഇങ്ങനെ ഒളിച്ചു കൊണ്ടുവരാൻ ഇവരാണ് കൂട്ടുനിന്നത്, ഈ സ്വയംപ്രഭ. അപ്പോൾ അങ്ങനെ മയൻ വന്ന്, അസുരശില്പിയല്ലേ, എല്ലാം നിമിഷം കൊണ്ട് സാധിക്കുമല്ലോ. ഇയാൾ തൻ്റെ മായാപ്രയോഗത്തിൽ ഭൂമിയുടെ അന്തർഭാഗത്ത് മനോഹരമായ ഒരു ഗുഹയൊക്കെ ഉണ്ടാക്കി അവിടെ താമസിപ്പിക്കുകയാണ് രഹസ്യമായിട്ട് ഈ ഹേമയെയും സ്വയംപ്രഭയെയും. പക്ഷേ ഇത് ദേവേന്ദ്രൻ കണ്ടുപിടിക്കുകയും ഇവരെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഈ ഹേമയെ ശപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് കൂട്ടുനിന്ന അങ്ങനെ മയനിൽ നിന്ന് അടർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഈ മയനാണ് മണ്ഡോദരിയുടെ പിതാവ്. അസുരശില്പി ആയ മയനാണ് രാവണന്റെ ഭാര്യയായ മണ്ഡോദരിയുടെ പിതാവ്. ഈ മണ്ഡോദരി മണ്ഡോദരിയെ കുറിച്ച് പറയാം. മണ്ഡോദരി നമ്മുടെ പാലാഴി മഥനം നടന്ന അവസരത്തിൽ പാലാഴിയിൽ നിന്നാണല്ലോ ഭഗവാന്റെ മാറിൽ എപ്പോഴും നിലകൊള്ളുന്ന ലക്ഷ്മി ദേവി ഉണ്ടായത്. അതിൽ നിന്ന് ധാരാളം ഐരാവതവും അതുപോലെ കൽപ്പവൃക്ഷവും ധാരാളം ശ്രേഷ്ഠമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായതെല്ലാം ദേവന്മാരെടുത്തു. അതിൽ നിന്ന് ദേവന്മാരും അസുരന്മാരും കുഴഞ്ഞായിരുന്നു ഈ സമുദ്രമഥനത്തിന്റെ ഇടയിൽ. അപ്പോൾ ബാലി തന്റെ ഒരു കൈ കൊണ്ട് ചെന്നാണ് ആ മന്ധരപർവ്വതത്തെ വലിച്ചിരുന്ന വാസുകി സർപ്പത്തെ കറക്കി ആ സമുദ്രത്തെ മഥനം ചെയ്തത് ഒരൊറ്റ കൈ കൊണ്ടാണ്. അങ്ങനെ ആ ദേവന്മാരെയും അസുരന്മാരെയൊക്കെ കാളും ശക്തി ബാലിക്കുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബാലിയുടെ ജനനത്തിന്റെയും അത്രയും ശക്തി കിട്ടാനൊക്കെയുള്ള കാരണം. അപ്പോൾ അങ്ങനെ വീണ്ടും മഥനം ചെയ്തുകൊണ്ട് നിന്നപ്പോൾ അതിൽ നിന്ന് ഈ ലക്ഷ്മി ദേവിക്കും ഒക്കെ ശേഷം മൂദേവി എന്ന് പറയുന്ന ദേവിയൊക്കെ അതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഒരു ശ്രേഷ്ഠയായ ഒരു സുന്ദരി, ഒരു ത്രിലോക സുന്ദരി വന്നു. അതാണ് താര എന്ന് പറയുന്ന ദേവി. അത് വന്നപ്പോൾ തന്നെ ബാലി എന്ത് ചെയ്തു, ചേർത്ത് ഗാഠം തൻ്റെ ഹൃദയത്തോട് ചേർത്ത്, തൻ്റെ ശരീരത്തോട് ചേർത്ത് ബാലി അതിനെ സ്വന്തമാക്കി. അപ്പോൾ അതിനുശേഷം ഉണ്ടായ ഒരു സുന്ദര കന്യകയുണ്ടായി. ആ കന്യക അത് പാർവതി ദേവി തൻ്റെ സഖിയായി കൂട്ടുകാരിയായി അതിനെ അങ്ങ് എടുത്തു. അപ്പോൾ ആ പാർവതി ദേവിയുടെ എല്ലാം കൂടെ നടന്നു എല്ലാ രഹസ്യ സൂക്ഷിപ്പുകാരിയാണ് ഈ പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്ന മറ്റൊരു ദേവകന്യക. ആ കുട്ടി ഒരു ദിവസം ദേവി സ്നാനം ചെയ്യുമ്പോൾ അതിന് സ്നാനശേഷം ഉടുക്കുവാനുള്ള ദിവ്യ വസ്ത്രങ്ങൾ എടുക്കുവാൻ വേണ്ടി ആ കൈലാസത്തിൽ ഈ ദേവിയും ഭഗവാനും ഒക്കെ കഴിയുന്ന സ്ഥലത്തേക്ക്, ആ റൂമിലേക്ക് ചെന്നു, ആ കൊട്ടാരത്തിലേക്ക്. അപ്പോൾ അവിടെ മഹാശിവൻ നിൽപ്പുണ്ടായിരുന്നു. ഇങ്ങനെ പുറംതിരിഞ്ഞു നിന്ന് വസ്ത്രങ്ങളൊക്കെ എടുക്കുന്ന ആ സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടപ്പോൾ തൻ്റെ ദേവിയാണ്, പാർവതിയാണെന്ന് ശിവഭഗവാൻ വിചാരിച്ചു. പുറയിൽ കൂടി ചെന്ന് ഗാഠമായി ആലിംഗനം ചെയ്തു. അപ്പോഴാണ് ആ കുട്ടി കുതറി മാറിയപ്പോഴാണ് ഭഗവാൻ ഇത് ദേവിയല്ലല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആകെ പേടിച്ചുപോയി. അപ്പോൾ വസ്ത്രങ്ങളുമായി തിരികെ കടവിലെത്തിയ താമരപ്പൊയ്കയിൽ സരോവരത്തിലെത്തിയ പെൺകുട്ടിയുടെ നെഞ്ചിടിപ്പും ശരീരത്തിന്റെ ആ ഭാവ വ്യത്യാസങ്ങളും മൊത്തത്തിലുള്ള മാറ്റങ്ങൾ കണ്ടപ്പോൾ ദേവിക്ക് എന്തോ പന്തികേട് തോന്നിയിട്ട് ദേവി ജ്ഞാനദൃഷ്ടിയിൽ മനസ്സിലാക്കുകയാണ്
ഭഗവാൻ ഈ കുട്ടിയെ ഗാഢമായി ആലിംഗനം ചെയ്തതൊക്കെ. അപ്പോൾ ദേവിക്ക് ദേഷ്യം വന്നു. ദേവി എന്ത് ചെയ്തു? ശപിച്ചു ഈ കുട്ടിയെ. നിന്റെ സൗന്ദര്യം കൊണ്ടല്ലേ നീ ഇങ്ങനെ എൻ്റെ മഹാശിവനെ, എൻ്റെ ഭർത്താവിനെ സ്വന്തം ആകർഷണം ഉണ്ടാക്കിയത്. അതുകൊണ്ട് നീ ഒരു പൊട്ടത്തവളയായി പോകട്ടെ, ഒരു തവളയായി മാറട്ടെ എന്ന്. അതാണ് മണ്ഡൂകം. അങ്ങനെയാണ് മണ്ഡോദരി. അപ്പോൾ ഈ പെൺകുട്ടി കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞു, എൻ്റെ തെറ്റുകൊണ്ടല്ല ദേവി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, എങ്കിൽ ശരി, നീ വളരെ സുന്ദരിയായി ലോകമെല്ലാം മാനിക്കുന്ന ഉത്തമയായി മാറും. വളരെ വേഗം നിന്റെ ഈ മണ്ഡൂകമായിട്ടുള്ള അവസ്ഥ മാറിയിട്ട് സുന്ദരിയായി മാറിയിട്ട് നീ ഒരു ലോകം മുഴുവൻ പിടിച്ചടക്കുന്ന അജയ്യനായ ഒരാളിൻ്റെ പദവിയിൽ നീ അദ്ദേഹത്തോടൊപ്പം അനേക കാലം ജീവിക്കും. നിന്നെ ലോകമെല്ലാം വാഴ്ത്തും ഏറ്റവും ശ്രേഷ്ഠയായ രീതിയിൽ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും. അതാണ് മയൻ്റെ മകളായിട്ട് പിന്നെ ഉണ്ടാകുന്ന ഈ മണ്ഡോദരി. അങ്ങനെയാണ് മണ്ഡൂക എന്ന പേരിൽ നിന്നാണ് മണ്ഡോദരി, ആ ഒരു പേര് തന്നെ വ്യത്യസ്തമല്ലേ ഉണ്ടായത്. ആ മണ്ഡോദരി അതുപോലെ തന്നെ രാവണന്റെ ഭാര്യയായി നമ്മൾ ഈ സ്ത്രീകളിൽ ഒരാളായി, രത്നങ്ങളിൽ ഒരാളായി മണ്ഡോദരിയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പാർവതി ദേവിയുടെ അതേപോലെ തന്നെ ശ്രേഷ്ഠതയോടുകൂടി ഉള്ള ഒരാൾ തന്നെയാണ് ഈ മണ്ഡോദരി എന്ന് പറയുന്ന ഒരു സ്ത്രീ രത്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെ സ്വയംപ്രഭയുടെ കാര്യമാണ്. അപ്പോൾ ഹേമയെ ഈ ദേവേന്ദ്രൻ തിരികെ വിളിച്ചുകൊണ്ട് ദേവലോകത്തേക്ക് പോകുന്നു. അപ്പോൾ മയനായിരുന്നു ഈ ദേവകന്യകയെ അപ്സരസിനെ പിടിച്ചുകൊണ്ട് വന്നത്. ആ മയനാണ് മണ്ഡോദരിയുടെ അച്ഛൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ സ്വയംപ്രഭയും ശപിക്കും ദേവേന്ദ്രൻ. നീ ആരും ആയിട്ട് ഒരു മനുഷ്യരും ഒരു സമ്പർക്കവും ഇല്ലാതെ ഒരു ജീവികളും ഇല്ലാതെ ഈ ഗുഹയ്ക്കുള്ളിൽ ഈ കൊട്ടാരത്തിൽ തനിച്ച് നിനക്ക് ജീവിക്കേണ്ടി വരും. അനേക നൂറ്റാണ്ടുകളെന്ന്, അനേക യുഗങ്ങൾ നീ ജീവിക്കേണ്ടി വരുമെന്ന് ശപിച്ചിട്ട് പോകും, ഈ കള്ളത്തിന് കൂട്ടുനിന്നത് കാരണം. അപ്പോൾ അങ്ങനെ ശപിച്ച് അപ്പോൾ ഈ പെൺകുട്ടി ഈ സ്വയംപ്രഭ കരഞ്ഞ് പ്രാർത്ഥിക്കും, എനിക്കൊരു രക്ഷ തരൂ, ഞാനൊരു ദേവകന്യകയല്ലേ, എന്നെ ഇങ്ങനെ ഈ പാതാള കുഴിയിൽ ശപിച്ചിടല്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയും, അനേകം കാലങ്ങൾ കഴിഞ്ഞിട്ട് ത്രേതായുഗം ആരംഭിക്കുമ്പോൾ അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ ശ്രീരാമചന്ദ്രൻ ജനിക്കുകയും ശ്രീരാമചന്ദ്രൻ്റെ പത്നിയായ ലോകമായ ദേവിയായ സീതാദേവിയെ രാവണൻ ദശാസ്യൻ തട്ടിക്കൊണ്ട് പോവുകയും അതിൻ്റെ അന്വേഷണാർത്ഥം കവിവീരന്മാർ വരികയും അവർക്ക് നീ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടി. നീ ഭഗവാനെ ചെന്ന് കണ്ട് നിന്റെ ആ ശാപമോക്ഷം സ്വീകരിച്ച് വീണ്ടും സ്വർലോകത്തേക്ക് വരൂ എന്ന് ശാപമോക്ഷം കൊടുക്കും. അപ്പോൾ ഇവിടെ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇവർക്ക് വേണമെന്നതെല്ലാം കൊടുത്തിട്ട് ഇവരോട് പറയും, ഇനി നിങ്ങൾ വന്ന വഴിയിൽ തന്നെ വനത്തിലേക്ക് പോകണ്ടേ, അവിടേക്ക് പോകാൻ ഉള്ള മാർഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥനയോടെ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ, നിങ്ങൾ നിന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ എത്തും. നിങ്ങൾ അങ്ങനെ ഈ ദേവി ഇവരോട് പറഞ്ഞത് പ്രകാരം ഈ വാനരന്മാർ കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇവർ എവിടെ നിന്നാണോ ഈ ഗുഹയിലേക്ക് വന്നത് അവിടേക്ക് തന്നെ ആ ഗുഹയുടെ മുകളിലുള്ള വനത്തിലാണ് ഇവരെത്തുന്നത്. അതിനുശേഷം ഈ സ്വയംപ്രഭ ആ ഗുഹ ഉപേക്ഷിച്ചിട്ട് ശ്രീരാമനെ കാണാൻ പോവുകയും ഭഗവാനെ സ്തുതിക്കുകയും, അതാണ് സ്വയംപ്രഭ സ്തുതി. അങ്ങനെ സ്തുതിച്ച് അങ്ങനെ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് ഭഗവാനെ കണ്ടതിന് ശേഷം അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുന്നു സ്വയംപ്രഭയെ. വിദ്യാശ്രമത്തിൽ പോയി തപസ്സനുഷ്ഠിച്ച് പൂർണ്ണമായ സായുജ്യം നേടുവാൻ അങ്ങനെ സ്വയംപ്രഭയ്ക്ക് പൂർണ്ണമായ അനുഗ്രഹം ഭഗവാൻ കൊടുക്കുന്നു. അങ്ങനെ വീണ്ടും ഈ നമ്മുടെ സൈന്യങ്ങൾ, അതായത് കപികുല ശ്രേഷ്ഠന്മാർ വീണ്ടും ഇങ്ങനെ പോവുകയാണ്. പോയി ചിത്രകൂടാചലത്തിൻ്റെ മുകളിലൊക്കെ പ്രവേശിക്കുകയാണ് ദേവിയെ കണ്ടുപിടിക്കാനുള്ള. അങ്ങനെ പോകുന്ന അവസരത്തിൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു. എത്ര ദിവസമാണ് നമ്മൾ ആ ഗുഹയിൽ, ഈ സ്വയംപ്രഭയുടെ ഗുഹയിൽ ആഹാരവും വെള്ളവും ഒക്കെ കുടിച്ച് സന്തോഷമായി അവിടെ ജീവിച്ചത്. അതുകൊണ്ട് ദിവസങ്ങളൊക്കെ പോയത് അറിഞ്ഞില്ല. ഇനിയും ഇത്തിരി ദിവസങ്ങൾ മാത്രമേ, ഇത്തിരി ദിവസമില്ല, ഒരു ദിവസവും മറ്റോ ബാക്കിയുള്ളൊരു മാസം പൂർത്തീകരിക്കാൻ.
അപ്പോൾ അതിനിടയിൽ നമുക്ക് ദേവിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കഥ കഴിക്കും സുഗ്രീവൻ എന്ന് അംഗദനാണ്, അവരുടെ നേതാവായ അംഗദനാണ് ഈ പറയുന്നത്. അംഗദൻ ബാലിയുടെ മകനാണ്, താരയുടെയും. അപ്പോൾ എന്നെയാണ് പ്രത്യേകം കൊല്ലാൻ കാത്തിരിക്കുകയാണ്. കാരണം ശത്രുവായ ബാലിയുടെ മകനല്ലേ ഞാൻ. അപ്പോൾ അതിനുവേണ്ടിയാണ് എന്നെ നിങ്ങളുടെ നേതാവാക്കി വിട്ടത്. സ്വന്തം അമ്മയെപ്പോലെ കരുതേണ്ട ജ്യേഷ്ഠന്റെ ഭാര്യയായ താരയെ, അതായത് എൻ്റെ അമ്മയെ ഒരു നാണവുമില്ലാതെ നിസ്ത്രപനായിട്ട് ഭാര്യയാക്കി വെച്ചിരിക്കുന്നു. അയാളുടെ ഭാര്യയായ രുമയേക്കാൾ എൻ്റെ അമ്മയോടാണ് അയാൾക്ക് കൂടുതൽ പ്രേമം. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു നാണമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അയാൾ പറയുന്ന ഏത് ക്രൂരതയും അയാൾ ചെയ്തിരിക്കും. അതുകൊണ്ട് ആദ്യം എന്നെ കൊല്ലും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, നമ്മൾ ഇത്രയൊക്കെ അലഞ്ഞു തിന്നിട്ട് 1 മാസവും കഴിഞ്ഞു, എന്നിട്ട് നമുക്ക് ദേവിയെ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യം നിങ്ങൾ ചെന്ന് അദ്ദേഹത്തിനോട് പറയൂ. ഞാൻ വരുന്നില്ല, ഞാൻ ഈ കാട്ടിലെങ്ങാനും എവിടെയെങ്കിലും കഴിഞ്ഞുകൊള്ളാം എന്ന് അംഗദൻ മറ്റുള്ളവരോട് പറയുകയാണ്. മറ്റു ദിക്കിലേക്കൊക്കെ പോയവർ ദേവിയെ കാണാഞ്ഞ് തിരികെ വന്നു. അത് അവരെ ആരെയും സുഗ്രീവൻ കൊന്നില്ല. കാരണം ഈ 1 മാസത്തിന്റെ കാലയളവൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ അവരെല്ലായിടവും കഷ്ടപ്പെട്ട് അലഞ്ഞിട്ട് അവിടെ എങ്ങും ദേവിയെ കാണാഞ്ഞ് തിരികെ വന്നതുകൊണ്ട് അവർക്കാർക്കും മരണശിക്ഷയൊന്നും കിട്ടിയില്ല. ഇവർ ഈ 1 മാസം പൂർത്തിയാക്കുന്നു. അപ്പോൾ ഇനി തിരിച്ചു ചെല്ലുമ്പോൾ ഇവർക്ക് ഉറപ്പായിട്ടും അവരുടെ കർമ്മം പൂർത്തീകരിക്കാതെ ചെന്നതിന് ശിക്ഷ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുകയാണ് അംഗദൻ. അപ്പോൾ നമ്മുടെ ഹനുമാൻ സ്വാമി പറയുകയാണ്, അംഗദ കുട്ടി, നീ കരയണ്ട, നീ വിഷമിക്കണ്ട. എന്തിനാ നീ വിഷമിക്കുന്നേ? നിന്നെ ശ്രീരാമചന്ദ്രൻ മകനെ പോലാണ് കാണുന്നത്. ശ്രീരാമചന്ദ്രൻ തൻ്റെ ഭാര്യയെ വീണ്ടെടുക്കാനുള്ള സഖ്യത്തിന് വേണ്ടിയാണല്ലോ ഇവന്റെ അച്ഛനായ ബാലിയെ കൊന്നത്. അപ്പോൾ ഭഗവാൻ പ്രത്യേക ഒരു കാരുണ്യ സ്നേഹമൊക്കെ ഉണ്ട്. യുവരാജാവായിട്ട് അംഗദനെ അഭിഷേകം ചെയ്യിച്ചതാണ് ലക്ഷ്മണകുമാരനെ കൊണ്ട്. അപ്പോൾ ലക്ഷ്മണകുമാരനേക്കാൾ എനിക്ക് പ്രിയം അംഗദ നിന്നോടാണ്, താരാതനയനായി നിന്നോടാണെന്ന് ഭഗവാൻ സ്നേഹത്തോടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിന്നെ കൊല്ലുവാൻ ഭഗവാൻ കൂട്ടു നിൽക്കുമോ? നമ്മളെ ആരെയെങ്കിലും ഉപദ്രവിക്കാൻ കാരുണ്യമൂർത്തിയായ ശ്രീരാമചന്ദ്രൻ സുഗ്രീവന്റെ കൂടെ നിൽക്കുമോ? അപ്പോൾ നീ അങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിക്കല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞ് ഹനുമാൻ നമ്മുടെ അംഗദനെ സന്തോഷിപ്പിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ദുർവിചാരങ്ങളൊന്നും മനസ്സിൽ ഉണ്ടാകരുത്. നമുക്ക് ദേവിയെ കണ്ടുപിടിക്കാൻ തന്നെ കഴിയും. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി നമുക്ക് പോയി നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്തു തീർക്കാം എന്നൊക്കെ പറയുകയാണ്. ഞാൻ ഈ രാമായണം ഞാൻ വായിച്ച ഭാഗം തുറന്നു വെച്ച് ഇതിൻ്റെ വ്യാഖ്യാനം കഥകളാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊരു ലാഗ് വരുന്നുണ്ട്. അത് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാനിത് ഇങ്ങനെ ഓരോ പേജിലെയും പ്രധാന ഭാഗങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത്. അപ്പോൾ ദക്ഷിണ ദിക്കിലേക്ക് പോയ കൂട്ടത്തിൽ അവരിങ്ങനെ ഇരുന്ന് ഇവർ ഈ വിഷമിക്കുന്ന കൂട്ടത്തിൽ ഇവരിരുന്ന് പറയുകയാണ്, അയ്യോ ആ ജഡായുവിൻ്റെ ഭാഗ്യം പോലും നമുക്ക് കിട്ടിയില്ലല്ലോ. ജഡായു ആണെങ്കിൽ ദേവിയെ പിടിച്ചുകൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ദശാസ്യൻ്റെ വാള് ഏറ്റ് ആ ചന്ദ്രഹാസം ഏറ്റിട്ട് വീണ് കിടക്കുകയും അത് കണ്ടിട്ട് ഭഗവാൻ ദേവി അനുഗ്രഹിക്കുകയും ഭഗവാന്റെ മടിയിൽ കിടന്ന് മരിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടായി ജഡായുവിന്. പക്ഷെ എനിക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ അതുപോലും ഇല്ല. നമ്മളെ ആ ക്രൂരനായ ആ സുഗ്രീവനെങ്ങണമായിരിക്കും കൊല്ലുന്നതെന്നൊക്കെ ഇവരിങ്ങനെ വനത്തിൽ ഇന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു മരത്തിൽ ഒരു പ്രായം ചെന്ന ഒരു പക്ഷി ഇരുന്ന് ഇതെല്ലാം കേട്ടിട്ട് ആ പക്ഷി താഴേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണേ, നിങ്ങൾ ജഡായുവിൻ്റെ കാര്യമാണോ പറഞ്ഞത്? എന്താണ് ജഡായുവിന് സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഇവർ വീണ്ടും ഇതൊക്കെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്. അപ്പോൾ പറയും, ഞാൻ ജഡായുവിൻ്റെ ജ്യേഷ്ഠനായ സമ്പാദിയാണ്. അപ്പോൾ പണ്ട് ഒത്തിരി നൂറ്റാണ്ടുകളായി ഒത്തിരിയും കാലങ്ങളായി എൻ്റെ സഹോദരനെ ഞാൻ കണ്ടിട്ട് അവനെക്കുറിച്ചൊരു വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഞാനും അവനും പണ്ട് കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത്, ചെറുപ്പക്കാരായിട്ടിരുന്ന സമയത്ത് ഞങ്ങളൊരു മത്സരം നടത്തി. സൂര്യനെ ആരാണ് ഏറ്റവും സൂര്യമണ്ഡലത്തിലേക്ക് പറന്നുയരുന്നത് ആരാണ്? ഞങ്ങളുടെ ശക്തി പരീക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പറന്നു.
അപ്പോൾ എൻ്റെ സഹോദരനാണ് എന്നെക്കാളും മുന്നേ പറന്ന് സൂര്യമണ്ഡലത്തിലേക്ക് എത്തിയത്. അപ്പോൾ സൂര്യന്റെ തീക്ഷ്ണമായ ചൂട് കാരണം എൻ്റെ അനുജന്റെ പക്ഷങ്ങൾ ചിറകുകളൊക്കെ കരിഞ്ഞു പോകുന്ന കണ്ടിട്ട് ഞാൻ അവനേക്കാളും മുമ്പേ പറന്ന് അവനൊരു കുട പോലെ തണലായിട്ട് ഞാൻ അവന് കേടുവരാതിരിക്കാൻ ഞാൻ അവനെ സംരക്ഷിച്ചു. അപ്പോൾ ഞാൻ ചൂട് പിടിച്ച് കരിഞ്ഞ് എൻ്റെ പക്ഷങ്ങളെല്ലാം കരിഞ്ഞ് വെന്തുരുകി ഞാൻ ഒരു മലയുടെ പർവ്വതത്തിന്റെ മുകളിലേക്ക് വീഴുകയാണ്. എൻ്റെ ചിറകുകളെല്ലാം കരിഞ്ഞ് അങ്ങനെ വീണപ്പോൾ എനിക്ക് ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എൻ്റെ അനുജൻ അവിടെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഞാൻ അവിടെ കരിഞ്ഞ് താഴെ വീണു. അപ്പോൾ നിശാകര മഹർഷിയാണ് എന്നെ, ആ മഹർഷി എന്നോട് ചോദിക്കുകയാണ്, നിശാകര മഹർഷി എന്താണ് നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ അനുജൻ രക്ഷപ്പെട്ടു, ഞാൻ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു, വിരൂപനായി. ഒരു പക്ഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷങ്ങളില്ലയോ, അത് നഷ്ടപ്പെട്ട ഞാൻ ഇനി എങ്ങനെയാണ് പറക്കുന്നത്? അങ്ങനെ വിന്ധ്യ പർവ്വതത്തിലാണ് വീഴുന്നത്. വിന്ധ്യാചലോപരിയാണ്. വിന്ധ്യാചലത്തിന്റെ മുകളിൽ വീണിട്ട് നിശാകര മഹർഷി പറയും, നീ വിഷമിക്കണ്ട, നീ ജീവനോടെ തന്നെ ഇരിക്കും. നീ ഇങ്ങനെ ഒരുപാട് നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞ് ശ്രീരാമചന്ദ്രന്റെ പത്നിയെ അന്വേഷിച്ചു വരുന്ന കവി ശ്രേഷ്ഠന്മാർക്ക് നീ മാർഗം നിർദ്ദേശിക്കുമ്പോൾ നിന്റെ കരിഞ്ഞുപോയ തൂവലുകളെല്ലാം നിനക്ക് കിളിച്ചു വരികയും നീ വീണ്ടും യുവത്വം പ്രാപിക്കുകയും ഒക്കെ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അനുജൻ മരിച്ചത്, ജടായു മരിച്ച കാര്യം കേട്ടപ്പോൾ ഇങ്ങനെ ചാവാറായി, ഇങ്ങനെ ദേഹത്ത് തുവലൊന്നും ഇല്ലാതെ ഒരു മാംസപിണ്ഡം പോലിരിക്കുകയാണ് നമ്മുടെ സമ്പാദി പറയും, എന്നെ നദിക്കരയിലേക്ക് എത്തിക്കൂ, എന്നിട്ട് എനിക്ക് എൻ്റെ അനുജന് വേണ്ടിയിട്ട് ഉദകക്രിയയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവർ പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുപോയി കവികൾ. അങ്ങനെ അവിടെ അതിൽ സമുദ്രത്തിൽ മുങ്ങി കുളിച്ചിട്ട് ഉദകക്രിയയൊക്കെ ചെയ്ത് ശാന്തനായി. അതിനുശേഷം ഈ ഭഗവാന് വേണ്ടി സീതാദേവിയുടെ കണ്ടെത്തുവാനുള്ള ആ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെയുള്ള വഴി ചൊല്ലിക്കഴിയുമ്പോൾ നിനക്ക് നിന്റെ ആ അവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടതെല്ലാം കരിഞ്ഞു പോയതൊക്കെ കിളിച്ചു വരുമെന്നാണല്ലോ അനുവാദം അങ്ങനെ അനുഗ്രഹിച്ചത്. അങ്ങനെ ഇത് ദേവി ദശകണ്ഠൻ പിടിച്ചുകൊണ്ട് പോയെന്നും ലവണസമുദ്രം കടന്ന് ലങ്കയിലേക്ക് എത്തണമെന്നും 1000 വിസ്തൃതി യോജനയുണ്ട് അതിനെന്നും അത് കടന്നു ചെന്നു കഴിഞ്ഞാൽ ലങ്കയാകുമെന്നും അവിടെയാണ് സീതാദേവിയെ രാവണൻ പാർപ്പിച്ചിരിക്കുന്നതെന്നും ഒക്കെ ഈ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കും ഈ സമ്പാദി. അപ്പോൾ തന്നെ സമ്പാദിയുടെ ശരീരം തൂവലുകളൊക്കെ കിളിച്ച് ചിറകുകളൊക്കെ വീണ്ടും നന്നായി വീണ്ടും യുവത്വത്തിലേക്ക് വന്നപ്പോൾ ഈ സമ്പാദി പറഞ്ഞ്, കണ്ടോ എനിക്ക് നിശാകര മഹർഷിയുടെ അനുഗ്രഹം വേണ്ടേ മഹർഷി. അപ്പോൾ മഹർഷിമാർക്ക് അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും അറിയാം. അപ്പോൾ ആ അനുഗ്രഹം കൊണ്ടാണ് അനുഗ്രഹിച്ചത് സത്യമായില്ലേ, ഞാൻ വേണ്ട വീണ്ടും പഴയ രൂപത്തിൽ സുന്ദരനായി മാറി. അങ്ങനെ ഇവർക്കൊരു മാർഗം, ഇവരെ എവിടെ ചെന്ന് തപ്പും ദേവിയെ എന്നോർത്ത് വിഷമിച്ചിരുന്ന ഈ കവി പുങ്കവന്മാർക്ക്, വാനര ശ്രേഷ്ഠന്മാർക്ക് മാർഗനിർദ്ദേശം കിട്ടുകയും ചെയ്തു. അതിനോടൊപ്പം നമ്മുടെ സമ്പാദി പുനർജീവനം നടത്തുകയും ചെയ്തു. അപ്പോൾ ഇനി അവർക്കാകെ സംശയമാണ്, സമുദ്രലംഘനം നടത്തുന്നത് ആരാണ്, എങ്ങനെയാണ്, ആർക്കതിന് കഴിയും? 100 യോജനയുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ നക്തഞ്ചരനായ രാവണനെ നിഗ്രഹിച്ചിട്ട് ദേവിയെ കൊണ്ടുവരണം, അതാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വഴി പറഞ്ഞു തരുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇതിനെ കടക്കും, ഈ സമുദ്രത്തെ എങ്ങനെ കടക്കും എന്നുള്ള ചിന്തയാണ് പിന്നീട് ഇവർക്കുണ്ടാകുന്നത്. എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരവും ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും, പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വെച്ച് അങ്ങ് ഏറ്റവും ഞാനിത് ചെയ്യാമെന്ന് വന്ന് എന്നോടൊരുത്തൻ പറയണം എന്ന്, അല്ല ഞാൻ അങ്കദൻ, മർക്കടനായുള്ളൊരിപ്പം ശക്തനായ ആ അങ്കദനാണ് പറയുന്നത്. അങ്കദൻ പറയുകയാണ് വിളിച്ച്, എല്ലാവരോടും വിളിച്ചിങ്ങനെ, നമ്മൾ ഇനി ആ സമുദ്രം ചാടി കടന്നാൽ ദേവിയെ കാണാൻ കഴിയുമല്ലോ,
അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇനി ആരാണ് സമുദ്രം ചാടിക്കടക്കുന്നത്, അതിന് മറുകര എത്താൻ ആവതില്ല, എങ്ങനെ ചെയ്യും ഇത്രയും ദൂരെ എന്ന് അങ്കദൻ പറയുമ്പോൾ ആരാണ് അത്? എത്രയും ബലമുള്ള ശൂരന്മാരാണല്ലോ നമ്മൾ. നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കഴിവുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നോട് വന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് സുഗ്രീവ രാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞ് നമുക്ക് രക്ഷിക്കാൻ അങ്ങനെ കഴിയും. അങ്ങനെ ഒരാൾ ചാടി പോയിട്ടുണ്ടെങ്കിൽ പോയി സമുദ്രത്തെ ലംഘിച്ച് പോകാൻ കഴിഞ്ഞാൽ. അങ്കദൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് അവർ തങ്ങളിൽ നോക്കുകയാണ്. ഒരുത്തനെ നേരം പറയുകയാണ് അങ്കദിന് ശേഷം ഓരോരുത്തർ പറയുകയാണ്, ഓരോരുത്തർ ചിത്രത്തിൽ ഇങ്ങനെ നിരൂപിക്കുകയാണ്, ഞങ്ങളുടെ ബലം വളരെ ശക്തമാണ്, എനിക്കാണെങ്കിൽ ഒരു 10 യോജനയൊക്കെ ചാടാൻ കഴിയും. അപ്പോൾ വേറൊരാൾ പറഞ്ഞു എനിക്ക് 20 യോജന ചാടിക്കടക്കാം, 30 യോജന ചാടാമെന്ന് മറ്റൊരു കവിശ്രേഷ്ഠൻ പറയുന്നു, 40 ചാടാമെന്ന് വേറൊരുത്തൻ, 50, 60 ഒക്കെ ചാടാമെന്ന് പറയുന്നു, 80 ചാടാം എന്ന് വേറൊരാൾ പറയുകയാണ്, 90 ചാടാൻ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ ചാടാം, പക്ഷേ 100 യോജന ചാടാൻ എനിക്ക് കഴിയില്ല. വേറൊരാൾ പറയാണ് ഞാൻ അങ്ങോട്ട് വേണം സമുദ്രം ചാടി കടക്കാം, തിരിച്ച് ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരുന്നേ? ഇങ്ങനെയൊക്കെയുള്ള പല പല ചോദ്യങ്ങളായി. അപ്പോൾ ഇങ്ങനെയുള്ള വിഷമസന്ധിയിൽ എങ്ങനെ ചാടിക്കടക്കാനൊക്കെ പറ്റും എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ ജാമ്പവാൻ പറയുകയാണേ, ഞാൻ 21 വട്ടം ഈ ഭൂമിയെ മുഴുവൻ പ്രദക്ഷിണം ചെയ്ത് എല്ലാ സമുദ്രത്തെയും പ്രദക്ഷിണം ചെയ്ത് 21 വട്ടം ഞാൻ പ്രദക്ഷിണം ചെയ്തതാണ്. അങ്ങനെ ചെയ്ത ഞാനാണ്. അങ്ങനെയാണ് ആ സമയത്താണ് മേരുപർവ്വതത്തിൽ ഈ ജാമ്പവാന്റെ പാദം സ്പർശിക്കുമ്പോൾ ആ പർവ്വതം ഈ ജാമ്പവാൻ നീ ഒരു മനസ്സെത്തുന്നിടത്ത് നിന്റെ ശരീരം എത്താത്ത ഒരു വാർദ്ധക്യം ബാധിച്ചവനായി പോകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ജാമ്പവാൻ ഒരു വയസ്സിനായി പോകുന്നത്. അങ്ങനെ 21 തവണ ഭൂമിയിലെ മുഴുവൻ സാഗരങ്ങളും ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളും ചാടിക്കടന്ന ആളാണ്. പക്ഷെ എനിക്കിനി അത് പറ്റില്ല എന്ന് ജാമ്പവാൻ പറയുക. കാരണം എന്നെ ശപിച്ച് ഞാനൊരു വയസ്സനായി പോയി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചാടിയ പാരമ്പര്യം എനിക്കുണ്ടെന്ന് പറയുക. ഇതൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും, അങ്ങോട്ട് ചാടാൻ എനിക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല, അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുകയാണ്. ഇത് ആർക്കും ഇതിനൊരു സാമർഥ്യം ഇല്ല എന്ന് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ പറയാം. ഇപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ആർക്കും അതിന് കഴിയത്തില്ലെങ്കിൽ? അപ്പോൾ ജാമ്പവാൻ ചോദിക്കുകയാണേ, എന്താണ് വായുതനയനായ ഹനുമാൻ, നീ എന്താണ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? നീ ഇങ്ങനെ കുണ്ഠിതനായി തന്നെ ഇരുന്ന് കളയുകയാണോ? ഞാൻ കാണുന്നില്ല, നിന്നെ ഒഴിഞ്ഞ് മറ്റാരെയും കാണുന്നില്ല. നീ ദാക്ഷായണി ഗർഭപാത്ര സ്ഥാനത്തിരുന്ന ആളാണ്. നീ ദാക്ഷായണി എന്ന് വെച്ചാൽ ദക്ഷന്റെ മകളായ സാക്ഷാൽ ശ്രീ പാർവതീദേവി. പാർവതീദേവിയുടെ ഗർഭത്തിലിരുന്ന ഭ്രൂണമാണ് നീ. നിന്നെയാണ് വായു ഭഗവാനാണ് നിന്നെ കൊണ്ടുചെന്ന് നിന്റെ അമ്മയായ അഞ്ജനയുടെ ഗർഭത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ആരാണ്? സാക്ഷാൽ ശ്രീ പരമേശ്വരനും പാർവതീദേവി. ഞാനത് മുമ്പ് പറഞ്ഞു, ഹനുമാന്റെ ഉത്ഭവത്തെക്കുറിച്ച്. ഒരു വാനരങ്ങളായിട്ട് വനത്തിൽ ക്രീഡിച്ച് കളിക്കുകയായിരുന്നു ദേവിയും പരമേശ്വരനും. അപ്പോൾ അങ്ങനെയുണ്ടായ കുഞ്ഞാണ് പാർവതീദേവിക്ക്. അത് പരമേശ്വരനോട് പറയുമ്പോഴാണ് വായു ഭഗവാന്റെ കയ്യിൽ കൊടുക്കുന്നത്. വായുവാണ് പാർവതീദേവിയെയും പരമേശ്വരനെയും പ്രാർത്ഥിച്ച് എനിക്ക് നല്ല കുഞ്ഞുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചിരുന്ന അഞ്ജനയുടെയും കേസരിയുടെയും, അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. ആ അഞ്ജനയുടെ ഗർഭത്തിൽ ആ കുഞ്ഞിനെ, അഞ്ജന പുഞ്ചിക എന്ന ദേവകന്യകയാണെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ കേൾക്കുക, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സാധാരണ കേൾക്കുന്നത് ഹനുമാനെയും ബാലിയെയും സുഗ്രീവനെയും കവികുലങ്ങളെ, ഇങ്ങനെ നമ്മൾ രാമായണത്തിലുള്ള കഥാപാത്രങ്ങളെ വായിച്ചു പോവുകയാണ്. അവരുടെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ, അതും കൂടെ മനസ്സിലാക്കുക. അങ്ങനെ കേസരിയൊക്കെ മകനായിട്ട് നീ ജനിച്ചെങ്കിലും നീ യഥാർത്ഥത്തിൽ ആരാണ്? നീ ശ്രീ പരമേശ്വരന്റെയും പാർവതീദേവിയുടെയും മകനാണ്. ഒപ്പം വായുഭഗവാനാണ് നിന്റെ അച്ഛൻ. പരമേശ്വരൻ പറയുന്നുണ്ട്, എന്നും പുത്രനായിട്ടാണ് ഈ കുഞ്ഞിനെ വായുദേവൻ വേണം പോറ്റി വളർത്തി വലുതാക്കി കൊണ്ടുവരേണ്ടതെന്നും വായുധനയൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അഞ്ജനയുടെയും വായുദേവന്റെ മകൻ എന്നാണ് സത്യത്തിൽ നമ്മൾ അറിയപ്പെടുന്നത്. ആ വായു ഭഗവാൻ അതിലൊരു പങ്കുമില്ല. ഭഗവാൻ പാർവതീദേവിയിൽ നിന്നും ആ ഭ്രൂണത്തെ എടുത്ത് അഞ്ജനയുടെ കൈകളിൽ എത്തിച്ചു എന്നതേ ഉള്ളൂ. അങ്ങനെ അത്രയും ശക്തനാണ്. കാരണം സാക്ഷാൽ
ഈ പ്രകൃതിശീലിയായ യോഗമായ ദേവിയെ പാർവതി ദേവിയുടെയും പിന്നെയോ ശ്രീ പരമേശ്വരന്റെയും വിത്താണ് ഈ ആഞ്ജനേയൻ. അപ്പോഴോ ആഞ്ജനേയന്റെ അച്ഛനായിട്ടിരിക്കുന്ന ഗാർഡിയനായിട്ടിരിക്കുന്ന ആരാണ്? അത് വായുദേവൻ. വായു ഇല്ലാതെ ഭൂമിയിലെങ്ങാണ് ഈ പ്രപഞ്ചത്തിന് വല്ല ചലനവും ഉണ്ടാവുമോ? ഇവിടെ വല്ല ജീവജാലങ്ങളും ഉണ്ടാവുമോ? അപ്പോൾ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ പ്രാണനായിട്ട് നിൽക്കുന്ന വായു ഭഗവാന്റെ മകനും കൂടിയാണ്. അപ്പോൾ ആ അനുഗ്രഹവും ഈ മകൻ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ ജാമ്പവാൻ പറയാണ്, നീ കുട്ടിക്കാലത്ത് 500 യോജന മേപ്പോട്ട് ചാടിയ ആളാണ്. അപ്പോഴാണ് 100 യോജന സമുദ്രം അപ്പുറത്തോട്ട് ചാടാൻ നിനക്ക് വയ്യാന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നത്. 500 യോജന മേലേക്ക് നീ കുഞ്ഞായിട്ടിരുന്നപ്പോഴാ, ഇപ്പോഴൊന്നും അല്ല, കുട്ടിയായിട്ടിരുന്നപ്പോൾ വിശപ്പോ കാരണം സൂര്യൻ ഒരു ഫ്രൂട്ടാണെന്ന്, ഒരു പഴം പോലെ സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ ചുമന്ന് ഇരിക്കുന്ന കണ്ട സൂര്യനെ വിശപ്പ് മൂലം ഈ അഞ്ജന ഈ കുഞ്ഞിനെ പ്രസവിച്ച ശേഷം പാലൊന്നും കൊടുക്കാതെ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ തന്നെ അഞ്ജന വീണ്ടും ആരായി മാറി? ശാപമോക്ഷം കിട്ടി ദേവകന്യകയായി മാറി പുഞ്ചികയായി അങ്ങ് ദേവലോകത്തേക്ക് പോയി. പിന്നെ ഈ കുഞ്ഞിനെ പാലൂട്ടി വളർത്താനൊന്നും ആരും അമ്മയില്ലായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ കുഞ്ഞ് വിശന്നൊക്കെ ഇരുന്നപ്പോൾ ആ ഒരു എന്തോ കഴിക്കുന്ന സാധനമാണെന്ന് കണ്ടിട്ട് സൂര്യനെ ചാടി പിടിക്കാൻ ചെന്നപ്പോൾ അതിനുശേഷം അരുണനെ ചാടി പിടിക്കാൻ ചെന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ദേവേന്ദ്രൻ ഇങ്ങനെ ഐരാവതത്തിന്റെ പുറത്തേറി വരുമ്പോൾ ദേവേന്ദ്രന്റെ ഐരാവതത്തിനെ എടുത്ത് വിഴുങ്ങാൻ ഭാവിക്കുമ്പോൾ ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് വെട്ടുമ്പോഴാണ് അത് കഴുത്തി കൊണ്ടുന്നില്ല, പക്ഷെ താടിയിൽ കൊണ്ടിട്ട് താടി രണ്ടായിട്ട് പിളർന്നുപോയി ആ മുഖഭാഗം. അപ്പോഴാണ് ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, വായു ഭഗവാൻ എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്റെ കുഞ്ഞിന് വെട്ടേറ്റ് വീണില്ലേ ഗുഹയിൽ, അങ്ങ് പാതാള ഗുഹയിൽ പോയി ഒളിക്കുമ്പോൾ പ്രപഞ്ചം നിശ്ചലമായി പോകുന്നു. അപ്പോൾ ഈ ദേവന്മാരും ഈ അണ്ടകടാഹത്തിലുള്ള മുഴുവൻ ദേവന്മാരും വന്ന് അനുഗ്രഹം കൊടുക്കും ഈ കുഞ്ഞിന്. ആദ്യം ബ്രഹ്മദേവനാണ്, നീ ചിരഞ്ജീവിയായി എല്ലാ കാലത്തും ഒരു ആയുധത്തിന് പോലും കീഴടങ്ങാൻ കഴിയാതെ ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയാത്ത അജയ്യനായി നീ മാറുമെന്നും ദേവേന്ദ്രൻ വന്ന് ധാരാളം അനുഗ്രഹം കൊടുക്കുന്നു. അതുപോലെ തന്നെ സാക്ഷാൽ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും എന്തിന് ഈ പ്രപഞ്ചത്തെ 33 കോടി ദേവഗണങ്ങളും ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് അവന് ജീവൻ കൊടുത്ത് അവനെ സർവ്വ ഐശ്വര്യങ്ങളും കൂടി വാഴ്ത്തുകയാണ്. ആ വായു പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ, പ്രപഞ്ചത്തിന്റെ താളം നഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ വായുദേവന് സന്തോഷമായി. പിന്നെ ഈ കുഞ്ഞൊരു അജയ്യനായി മാറുകയാണ് ചെയ്യുന്നത്. ആ കുഞ്ഞിനെ ഇതെല്ലാം വേദങ്ങളും ഉപനിഷത്തുകളും ശാസ്ത്രങ്ങളും പഠിപ്പിച്ചത് സൂര്യദേവനാണ്. സൂര്യദേവന്റെ മകനായ സുഗ്രീവന്റെ മന്ത്രിയായിട്ട് സൂര്യഭഗവാൻ പറഞ്ഞതുകൊണ്ടാണ് അവിടെ വന്നത്. അല്ലാതെ ഒരു വെറും മന്ത്രിയായിട്ട് തരം താഴ്ത്തേണ്ട ആളല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനാണ്. ഈ എല്ലാ ദേവന്മാരും അനുഗ്രഹിച്ച ആളാണ്. അപ്പോൾ അത്രയും ശക്തൻ ഗുരുദക്ഷിണയായിട്ടാണ് സൂര്യഭഗവാൻ തന്റെ മകനായ സുഗ്രീവന്റെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞത്. ഞാൻ ഉപദേശിച്ച ഗുരുവിന്റെ ദക്ഷിണ പോലെ. അപ്പോൾ ഇത്രയൊക്കെ കഴിവുള്ള ആളാണ് ഹനുമാൻ അങ്ങ്. അപ്പോൾ അങ്ങയ്ക്ക് ഇതിന് കഴിയുകയുള്ളൂ. മാത്രവുമല്ല അങ്ങാണല്ലോ, അങ്ങേ ഇത്രയും ലക്ഷക്കണക്കിന് വരന്മാരിൽ നിന്ന് അങ്ങയുടെ കൈകളിലല്ലേ ശ്രീരാമചന്ദ്രൻ അങ്കുലീയവും അടയാളവാക്യവും ഒക്കെ തന്നത്. അപ്പോൾ ദേവിയെ കാണുമെന്ന് ഏറ്റവും ഉറപ്പായിട്ട് ഏറ്റവും അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത് ഹനുമാനെ തന്നെയാണ്. അപ്പോൾ ഹനുമാൻ അതിനുള്ള കഴിവുണ്ടെന്ന് സാക്ഷാൽ ശ്രീ നാരായണനായ ഭഗവാൻ അറിയാം രാമചന്ദ്ര പ്രഭുവിന്. അതുകൊണ്ട് അവിടുന്ന് തന്നെ വേണം ഈ സമുദ്രലംഘനത്തിന് തയ്യാറാകേണ്ടത് എന്ന് പറഞ്ഞ് സമുദ്രലംഘനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിന് തയ്യാറാകുന്നു. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ മാരുതി എന്ത് ചെയ്തു? ഭയങ്കരമായ ഒരു അലർച്ചയോടുകൂടി, ഒരു ആഹ്ലാദത്തിന്റെ ഒരു ആർജവത്തോടുകൂടി ഒരൊറ്റ ശബ്ദം ഉണ്ടാക്കി, ദിഗന്ധങ്ങൾ പൊട്ടുമാറൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് എല്ലാവരുടെ അനുഗ്രഹത്തോടെ സമുദ്രലംഘനത്തിന് പോവുകയാണ്. ഇനി നമ്മൾ സുന്ദരകാന്ഡമാണ്. ഇതിപ്പോൾ കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞു. ഇനി സുന്ദരകാന്ഡത്തിലേക്ക് കടക്കുകയാണ്. വാനരന്മാരുടെ ചാട്ടം പോലെ വളരെ ലളിതമായ എങ്കിൽ താളനിബദ്ധമായ പദസമൂഹങ്ങളോടെ ഇങ്ങനെ തത്തിക്കളിക്കുന്ന വാക്കുകളോടെ എത്രയോ മനോഹരമായിട്ട് നമ്മുടെ എഴുത്തച്ഛൻ ആ സുന്ദരകാന്ഡം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു. വളരെ നൃത്തം ചെയ്യുന്ന മലയാള ഭാഷയാകുന്ന നർത്തകിയെയാണ് സത്യത്തിൽ നമുക്ക് സുന്ദരകാന്ഡത്തിൽ കാണാൻ കഴിയുന്നത്. താളമേളങ്ങളോടെ, കാഞ്ചന ചിലങ്കകളോടെ നൃത്തം ചെയ്യുകയാണ് നമ്മുടെ മലയാള ഭാഷയാകുന്ന നർത്തകി. അപ്പോൾ നമുക്ക് സുന്ദരകാന്ഡം അടുത്ത ദിവസം വിവരിക്കാം. ഞാൻ സുന്ദരകാന്ഡവും കഴിഞ്ഞു വായിച്ച്. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് നമുക്ക്
വിശദീകരിക്കാം. പക്ഷേ ഈ ഒരു മാസം കൊണ്ട് ഇത് വായിച്ച് കഴിയണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സമാധാനമായി സ്വസ്ഥമായി അർത്ഥം മനസ്സിലാക്കി ഭക്തിയോടെ ശ്രദ്ധയോടെ രാമായണം വായിക്കും. എല്ലാവരെയും ഭഗവാനും സീതാദേവിയും ആഞ്ജനേയ സ്വാമിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.